എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സൗദിയിലെ റിയാദിലുള്ള ദിരിയ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലെ ബുജേരി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. ദിരിയ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, പക്ഷേ ബുജേരി എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കാറ് കൊണ്ട് വരുന്നവരാണെങ്കിൽ വെൽക്കം ടു ദിരിയ എന്ന ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വലത്തോട്ട് തിരിയാനായിട്ട് ഒരു വഴി കാണും. നിങ്ങൾ വരുന്ന ചിലപ്പോൾ ഇതുപോലെ കാർ ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിയുക. ഈ ബിൽഡിങ്ങിന് താഴെയാണ് കാർ പാർക്കിംഗ് ഉള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറൈഫ്, ബുജൈരി, അതുപോലെ ഈ കാണുന്ന ബിൽഡിംഗ് ഇതിപ്പോൾ ഒരു 3 months ആയിട്ടുള്ള സ്റ്റാർട്ടായിട്ട് സല്ലാൽ എന്ന് പറയും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാർ പാർക്കിംഗ് ഒറ്റ കാർ പാർക്കിംഗ് ഉള്ളൂ ഈ ബിൽഡിങ്ങിൻ്റെ താഴെയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചത് വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ വലത്തോട്ട് തിരിഞ്ഞ് ഇതിൻ്റെ ബിൽഡിങ്ങിന് താഴേക്കാണ് പോകേണ്ടത്. അവിടെ ഒരു 4 floor താഴേക്ക് കാർ പാർക്കിംഗ് തന്നെയുണ്ട്. ഒരു 2000-ഓളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൽ ഒരു 3 months ആയിട്ടുള്ള സ്റ്റാർട്ടായിട്ട്, ഇപ്പോൾ അതിക്ക് മുൻപൊക്കെ വന്ന് കണ്ടവരാണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല, ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടുള്ളൂ. ഇതും കൂടി നിങ്ങൾക്ക് ഇവിടെ കാർ പാർക്ക് ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ കാറ് കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം നമ്മളവിടെ ഒരു ലോബികൾ കാണും. ലോബി 3 basement 2 അതുവഴി ഇറങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ബുജേരിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് കാർ പാർക്കിംഗ്. ഈ കാർ പാർക്കിങ്ങിൻ്റെ ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ലോബി 3 basement 2 B2 നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ലോബി 3 basement 2 ഇതുവഴി മാത്രമാണ് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുജേരിക്ക് പോകാൻ പറ്റുള്ളൂ. വേറെ വഴിയൊന്നുമില്ല. അത്യാവശ്യം ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനറീസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഐസ്ക്രീം പാർലറുണ്ട്, കോഫി ഷോപ്പുകളുണ്ട്. എല്ലാതും നിങ്ങൾക്ക് ബുജേരിയിലുണ്ട്, ഇവിടെ സലാലിലും ഉണ്ട്. എല്ലാത്തിനും കൂടി ഒറ്റ ടിക്കറ്റാണ്. October 31 വരെ ടിക്കറ്റ് ഫ്രീയുമാണ്. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ കാണുകയാണെങ്കിൽ October 31 മുന്നേ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ടിക്കറ്റും കിട്ടുന്നതായിരിക്കും. മെയിനായിട്ട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറയുന്നത് തുറൈഫാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സല്ലാൽ, നിങ്ങൾ കാർ പാർക്ക് ചെയ്തതിൻ്റെ മുകൾവശമാണ് കേട്ടോ. നിങ്ങളിതിൻ്റെ മുന്നോട്ട് കാറ് കടന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ കാർ പാർക്കിംഗ് ഇല്ല. ടാക്സിക്ക് വരുന്നവർക്കാണെങ്കിൽ അവിടെ ഇറങ്ങുന്ന സ്ഥലമുണ്ട്. കാറ് കൊണ്ടുവരുന്നവരാണെങ്കിൽ നിങ്ങൾ കറങ്ങേണ്ടി വീണ്ടും മെയിൻ റോഡ് കറങ്ങി തിരിച്ച് ഈ വഴിക്ക് വന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ കാറ് കൊണ്ടുവന്ന് ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കം തൊട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഈ വീഡിയോയിൽ കണ്ട പോലെ basement 2 ലോബി 3 വഴി നടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോറിഡോർ കാണാം നടന്നു പോകാനായിട്ട്. ഇതുപോലെ നടന്നു വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ബുജേരി ടെറസ് എന്ന് പറഞ്ഞ ബോർഡ് കാണും. ഇതാണ് ബുജേരി. ഇതിൻ്റെ ഇടതുവശമാണ് VIP-കളും അല്ലെങ്കിൽ നിങ്ങൾ ടാക്സിയിലൊക്കെ വരികയാണെങ്കിൽ വന്ന് ഇറങ്ങുന്ന സ്ഥലം. റൈറ്റ് സൈഡ് വഴിയാണ് നിങ്ങൾ നടന്നു പോകേണ്ടത്. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള QR കോഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് ഫ്രീ ആണെങ്കിലും QR കോഡ് എടുക്കണം, പൈസ കട്ടാവില്ല. October 31 ശേഷം പൈസ കട്ടാവും. പെർ ഹെഡ് 50 റിയാലാണ്. നിങ്ങൾക്കിപ്പോൾ 4 പേരുണ്ടെങ്കിൽ 200 റിയാലാണെങ്കിൽ 200 റിയാലിൻ്റെ ഫുഡ് ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് കഴിക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ടാക്സിയിൽ വരുന്നവർ ഇപ്പോൾ ടാക്സി ഇവിടെ നിർത്തി നിങ്ങൾ ഇറക്കാൻ സാധ്യതയുണ്ട്. എവിടെയായാലും നിങ്ങൾ കയറുന്നത് ബുജേരിക്കായിരിക്കും. അവിടെ അതുപോലെ തന്നെ വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് വാലറ്റ് പാർക്കിംഗ് വേണമെങ്കിൽ അതും ചോദിക്കാം. അതുപോലെ ഇവിടെ ഉള്ളത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആണ്. ആഞ്ചലീന എന്ന് പറയുന്നത് സ്പാനിഷാണ്. നേരെ ഓപ്പോസിറ്റ് സെറബത്ത്, അത് അമേരിക്കനാണ്. അതിൻ്റെ അപ്പുറത്ത് തക്കിയ, അത് സൗദിയുടെ തന്നെ ഒരു വലിയ റെസ്റ്റോറൻ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് വന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒരുപാട് സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളായുള്ള സീനറീസ് മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് തക്കിയ. ഇത് സൗദിയുടെ തന്നെ റെസ്റ്റോറൻ്റാണ്. ഒരുപാട് ബ്യൂട്ടിഫുള്ളായുള്ള സീനറീസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇതുവഴി തന്നെയാണ് നിങ്ങൾ തുറൈഫിക്ക് പോകേണ്ടത്. നേരെ പോയിട്ടാണ് തുറൈഫിക്ക് പോകേണ്ടത്. നിങ്ങൾക്ക് ഇത്തിരി സമയമുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുജേരി കൂടി കാണാം. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. കുറച്ച് ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ സീനറീസും നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചകളിൽ മാത്രം കാണുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നാട്ടിൽ മൈലാഞ്ചി ഇടുന്ന പോലത്തെ ഒരു ഇത് ഇവിടെ വെള്ളിയാഴ്ചകളാണ്. ചില ദിവസങ്ങളിൽ ഫോട്ടോ എടുക്കാനും സീനറിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഇതും വരാറുണ്ട് വെള്ളിയാഴ്ചകളിൽ. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കയറി വയ്ക്കാം. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ പ്രെയർ ടൈമാണ്, അതുകൊണ്ട് റൊട്ടേഷൻ ഇല്ല. പിന്നെ ഈ കാണുന്നതാണ് സംവേർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അപ്പുറത്ത് ബ്രഞ്ച് ആൻഡ് കേക്ക് ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെയൊക്കെ ഒരുപാട് പേര് വന്നിരുന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കുറേ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അങ്ങനെ വീഡിയോ അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോഗ്രാഫറെ പോലെ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ലേഡീസൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് അങ്ങനെ ഫോക്കസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാൽ ഏറെക്കുറെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുറേ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു.
ഇത് ബ്രഞ്ചൻ കേക്ക് ഇവിടെയും ഫുഡും അതുപോലെ തന്നെ ഐസ്ക്രീം എല്ലാം ഇവിടെയും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരാനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനും തുറൈഫ് എന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് കേട്ടോ. അവിടെ പോയി അതായത് സൗദിയുടെ പഴയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പോയി കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് നേരം സമയം ചിലവഴിച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇവിടെ നക്കാത്തി അതുപോലെ സംപ്ലസ്തിങ് ഒക്കെ റെസ്റ്റോറൻ്റാണ്. നക്കാത്തി ഇപ്പോൾ തൊട്ട് മുന്നേ കടന്നു പോയി നക്കാത്തി എന്ന് പറയുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ മാത്രം ഷോപ്പാണ്. ഇത് സംപ്ലസ്തിങ്ങിൻ്റെ ബാക്ക് സൈഡാണ്. ആളുകൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സംപ്ലസ്തിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ് റോഡ് സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നത് കൊണ്ട് ഉൾഭാഗം കാണണമെന്നുള്ളൂ. ഇത് ജോയിൻ ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീമിൻ്റെ തന്നെ ഷോപ്പാണ്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, അകത്തിരുന്ന് കഴിക്കാനും സ്ഥലമുണ്ട്. ഇത് സംപ്ലസ്തിങ് ഈ കാണുന്നതാണ് ജോയിൻ ജ്യൂസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ജ്യൂസുകൾ, ഐസ്ക്രീമുകൾ, അങ്ങനെ പലതരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു തരുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്ന രീതിയിലുള്ളത് അവർ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അങ്ങനെ എല്ലാതുള്ള ഒരു സ്ഥലമാണ് ജോയിൻ ജ്യൂസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തുണികൾ, അതുപോലെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ഷോക്ക് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ബാക്ക് സൈഡാണ്. ഞാനൊന്ന് തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റും. അവിടെ ഒരുപാട് അത് കോഫി ഷോപ്പ് അല്ലെങ്കിൽ ഐസ്ക്രീമൊന്നുമില്ല. ഈ പ്ലേസാണ് ഫുഡ് ഹോൾ ഏരിയ എന്ന് പറയും. ഇതിപ്പോൾ ചൂട് കാരണം കൊണ്ട് ഇവിടുത്തെ കസാരകളൊക്കെ എടുത്ത് മാറ്റി. ഇപ്പോൾ തണുപ്പാകുമ്പോൾ ഇവിടെ മുഴുവൻ കസാരകൾ ഇതൊക്കെ വരും. നമുക്കിരുന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് വർത്താനം പറയാനും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഓപ്പൺ പ്ലേസ് ആണ്. ഈ ഒരു വാളാണ് ഒരുപാട് ഇടത്ത സൈഡിൽ കാണുന്ന ഈ വാളാണ് ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരുപാട് ഒരു ഫോട്ടോ എടുക്കാനും ഈ വന്നിരിക്കുന്ന സ്ഥലമാണ് അത്. പിന്നെ ഇത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ബാക്ക് വശം കണ്ട ആ ഷോപ്പിൻ്റെ മുൻവശമാണിത്. ഇടത്ത സൈഡിൽ ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അവിടെ ഒരുപാട് സാധനങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് വാങ്ങിക്കാനും പറ്റും കേട്ടോ, വാങ്ങിക്കാനും പറ്റും. നിങ്ങൾക്ക് കണ്ട് നോക്കി പോകാനും പറ്റും, വിസിറ്റേഴ്സിന് വന്ന് കാണാനും പറ്റും. ഇത് അൾട്ടോ പിയാനോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെയുള്ളത് ഇറ്റാലിയൻ, ബഹ്റൈൻ, ഖത്തർ, അതുപോലെ തന്നെ ആഫ്രിക്ക, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാലും ഈ റെസ്റ്റോറൻ്റെല്ലാം അടുത്തത് തുറൈഫ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും പണിതിരിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ട വീഡിയോയിൽ ഏറെക്കുറെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പാണ്, ചെറിയൊരു ഇതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. വാദി ഏരിയ എന്നാണ് പറയുക. അതായത് ഒരുപാട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായുള്ള സീനറീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കട്ട് ചെയ്തിരുന്നു. ഒരുപാട് ലേഡീസിൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്കങ്ങനെ അത് വീഡിയോയിലിടാൻ പറ്റില്ല. പിന്നീട് അത് കണ്ടു കഴിഞ്ഞാലൊക്കെ അത് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അത് കാരണം കൊണ്ട് അതിനകത്ത് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതൊരു ലോങ്ചിം എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ അപ്പുറത്ത് വില്ല മാമാസ്, മെയ്സ്, അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണ്. ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് പ്ലേസുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കിതിൽ തന്നെ വീഡിയോ തന്നെ പലയിടത്തും നിങ്ങൾ കണ്ടു കാണാം. ആളുകളൊന്ന് ഫോട്ടോ എടുക്കുന്നതും സെൽഫി എടുക്കുന്നതും ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ എല്ലാം ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് ഫോട്ടോ എടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ്. ഇത് മെയ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ ഗൂഗിളൊക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇപ്പോൾ വലിയ റെസ്റ്റോറൻറ്റുകളൊക്കെ അറിയാവുന്നവർക്കൊക്കെ ഇത് അറിയായിരിക്കും. മെയ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ജ്യൂസിൻ്റെ, അതായത് കളർഫുള്ളായ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റിയ എല്ലാതും നല്ല ഹൈജീനിക്കും നല്ല ക്വാളിറ്റി ഉള്ളതുമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഐസ്ക്രീം എല്ലാം കഴിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴേലും കണ്ടു കാണുമായിരിക്കും കുഞ്ഞു കുട്ടികളൊരു ഐസ്ക്രീം കഴിക്കുന്നതൊക്കെ കാണാം. ഇതും ഒരു റെസ്റ്റോറൻ്റാണ്. ആളുകൾ നല്ലൊരു ആംബിയൻസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു ചെറിയൊരു ക്യാൻഡിൽ ലൈറ്റിൻ്റെ എന്നൊക്കെ പറയുന്ന പോലെ വെളിച്ചത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത്തെ സൈഡിൽ മുഴുവൻ ചെറിയ ചെറിയ കോഫി ഷോപ്പുകൾ, ഐസ്ക്രീം ഷോപ്പുകൾ അങ്ങനെയുള്ളതാണ്. ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുള്ളായ സീനറീസ് ഉള്ള ഏരിയയാണ് ഈ സൈഡ്. നമ്മൾ നേരത്തെ നടന്നു വന്നത് റെസ്റ്റോറൻറ്റ് ഫ്രണ്ട് സൈഡാണ്. അതിൻ്റെ തൊട്ട് താഴെ സ്റ്റെപ്പാണ് ഈ കാണുന്നത്. ഇവിടെ മുഴുവൻ ഫുള്ളായിട്ടും ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾക്ക് ചെയറിലൊക്കെ കാണാൻ പറ്റും. എല്ലാവരും ഇരുന്ന് കോഫിയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരൊന്നല്ല കേട്ടോ, ഇരുന്ന് വർത്തമാനം പറയുന്നവരുണ്ട്. ഒരുപാട് പേര് വന്നിരുന്ന ആ ഒരു ആംബിയൻസിൽ വന്നിരുന്ന് വർത്തമാനം പറയുന്നവരുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് താഴത്തേക്കും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആ മരങ്ങളും അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് ആളുകൾ ഈ വാം ലൈറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്.
ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്പോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ബ്രഞ്ചൻ കേക്ക് നേരത്തെ കണ്ട അവരുടെ ഓപ്പൺ സ്പേസിൻ്റെ ഏരിയയാണ് താഴേക്ക്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ സൈഡിൽ ഒരു സ്റ്റെപ്പ് കൂടി താഴെ ഒന്നും കൂടി ഓപ്പണായിട്ട് ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഐസ്ക്രീം ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നാലും കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ സൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ്. ഇനി നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലത്തോട്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇരുന്ന് കയറിയിരിക്കാവുന്ന ഈ ഒരു റൊട്ടേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അവരെ പ്രയർ ടൈം കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവരും എല്ലാവർക്കും കയറിയിരിക്കാം. ഇന്ന ആൾക്കാർക്കും എന്ന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും കയറിയിരിക്കാവുന്ന ഒരു ഇതാണത്. ഇതിനെ കൊറോസൽ എന്നാണ് പറയുക. അത് ഇവിടുത്തെ നോർമൽ നെയിമാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റുകളുടെ ഒരു ലോങ് വ്യൂ ഞാൻ അകലെ നിന്ന് ഇങ്ങനെ എല്ലാം സൂം ചെയ്തെടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിവിടെ മെയിനായിട്ട് ഈ ബുജേരി എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിനും അല്ലെങ്കിൽ ഒരു വൈബ്, ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു പ്ലേസാണിത്. നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ ആളുകൾ ഇരുന്ന് കഴിക്കുന്ന ഓപ്പൺ സ്പേസിൽ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നേരെ കാണുന്നതാണ് തുറൈഫ് കേട്ടോ. തുറൈഫ് ലാസ്റ്റ് ഞാൻ അവിടേക്കുള്ള വഴി കാണിക്കുന്നുണ്ട്. തുറൈഫിൻ്റെ വേറൊരു വീഡിയോ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. ഇത് ആഞ്ചലീന എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരു റെസ്റ്റോറൻറ്റുകാരുടെ ഒരു ചെറിയൊരു ഐസ്ക്രീമും അത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ആളുകൾ വന്നിരുന്ന് ഒരു ഐസ്ക്രീം കഴിക്കാനാണെങ്കിലും വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് ഒരുപാട് നേരം ചിലവഴിച്ച് പോകുന്നവരാണ് ഇവിടെ നമ്മൾ ഏറെക്കുറെ കാണുന്നത്. ഞാൻ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡ്യൂട്ടി ടൈമിലും കൂടിയാണ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇത്രയും വ്യൂ ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റേഴ്സിന് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ വീഡിയോ എടുക്കാനുള്ള അലൗഡില്ല. പിന്നെ നല്ലപോലെ റഷുള്ള സമയത്തും അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കില്ല അവർ. ഇതിപ്പോൾ ഞാൻ ഡ്യൂട്ടി ടൈമിലായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ട ആവശ്യങ്ങളുള്ളത് കൊണ്ട് ഫോൺ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണെന്ന് അവർ വിചാരിച്ചുകൊണ്ട് അവരൊന്നും പറയില്ല. ഇത് ചെറിയ ചെറിയ ഫൗണ്ടേഷനുകളും അതിൻ്റെ വെള്ളച്ചാട്ടങ്ങളും ചെറിയ ഇതൊക്കെ ഒരുപാട് മനോഹരമായ കാര്യങ്ങളാണ്. നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം നോക്കി നിൽക്കും. അത്രയും ബ്യൂട്ടിഫുള്ളായുള്ള സ്ഥലമാണ്. ബ്യൂട്ടിഫുള്ളായുള്ള സീനറീസ് എല്ലാം കാണാവുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾ സൗദിയിൽ റിയാദിലുള്ളവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഇത് വന്ന് കാണാം. മുന്നേ വന്ന് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ സല്ലാൽ സ്റ്റാർട്ടായിട്ടുണ്ട്, അവിടെയും കയറാം. ബുജൈരി, തുറൈഫ് എല്ലായിടത്തും കയറാം. ഇത് നമ്മൾ അവിടെ നിന്ന് കയറി വന്ന അവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് നേരത്തെ അങ്ങോട്ട് പോയത്. ഇത് നേരെ വന്നു കഴിഞ്ഞാൽ കോവ, ഏസൊലിൻ ഇതൊക്കെ റെസ്റ്റോറൻറ്റുകളാണ്. എനിക്ക് തോന്നുന്നു അടുത്ത് തെറ്റലെന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. റൊണാൾഡോ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിന് മേലെയായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ ഇട സൈഡിലൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് എടുക്കാനും അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനും ഒരുപാട് പേര് റീല്, സ്നാപ്ചാറ്റ് അങ്ങനെ എല്ലാത്തിനും ഒരുപാട് പേര് ഉപയോഗിക്കുന്നൊരു സ്ഥലമാണിത്. ഇത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ല കേട്ടോ. ഇത് സൗദിയുടെ ഹിസ്റ്ററിയുമായിട്ടൊരു ബന്ധമുള്ള സ്ഥലമല്ല. അത് തുറൈഫാണ്. അവിടേക്ക് നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇതതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലം മാത്രമാണ്. എല്ലാത്തിനും ഒറ്റ ടിക്കറ്റാണ്. ഒക്ടോബർ 31 വരെ ടിക്കറ്റ് ഫ്രീ ആണ്. ഇത് പണ്ടത്തെ സൗദികൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെ പുതിയതും പഴയതും ഉണ്ട് കേട്ടോ. അതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം കാണിക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ്. പക്ഷേ ചെറുതല്ല, ഒരു ഷോപ്പാണ്. ഇത് ചെറിയ ചെറിയ കല്ലുകൾ പോലുള്ള ഇതുകൾ വിൽക്കുന്നത്. അത് ഈ സൈഡിൽ ആ കാണുന്നതാണ് തുറൈഫ്. ഇതിൻ്റെ എൻഡോട് കൂടി തുറൈഫിക്കുള്ള സ്റ്റാർട്ടിംഗ് ആണ് വഴി. ഒരു ചെറിയൊരു റോഡിന് മേലെ ബ്രിഡ്ജുണ്ട്. ഇതേ തുറൈഫ് കണ്ടോ, തുറൈഫ് അങ്ങോട്ട് ഏരമാർക്ക് കണ്ടോ. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ റോഡൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുറൈഫിക്ക് എത്താം. തുറൈഫ് ആണ് ഹിസ്റ്റോറിക്കൽ പ്ലേസ്. പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചതും എല്ലാം നമുക്കവിടെ പോയി കാണാൻ പറ്റും. ഇതാണ് നിങ്ങൾ ടാക്സിയിലൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ടാക്സിക്കാർ ഇവിടെ വന്നിട്ടായിരിക്കും നിർത്തുക. ഇതാണ് ബുജൈരിയിലെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെയാണ് VIP കൾ. ഇപ്പോൾ ഈ അടുത്ത് ഡൊണാൾഡ് ട്രംപ് വന്നിരുന്നു. അങ്ങനെയുള്ളവരും നമ്മളെ പോലെ എല്ലാവരും ഇവിടെ നിങ്ങൾ ടാക്സിക്ക് വരുന്ന ചിലപ്പോൾ ഇവിടെയും കൊണ്ട് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് കണ്ടോ ബുജൈരി ടെറസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നേരെ ബുജൈരി ആയി. അപ്പം മറ്റിടത്ത് ചിലപ്പോൾ അവിടെ ഇറക്കും, ചിലപ്പോൾ ഇവിടെ ഇറക്കും. എവിടെയായാലും ബുജൈരി തന്നെ. ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ബുജൈരിയുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ വലിയ വലിയ VIP കളൊക്കെ വരികയാണെങ്കിൽ വെൽക്കം ചെയ്യുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് VIP കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമ്മൾ വെൽക്കം ചെയ്യുക. ഇതിനടുത്ത സൈഡിലൊരു അവർക്ക് ഇരിക്കാനും
സൗദിയുടെ പഴയ കാലം കാണിക്കാനൊരു വലിയൊരു ഡിസ്പ്ലേക്കുള്ള സ്ഥലമുണ്ട്. ഇപ്പം ഇതിൻ്റെ അടുത്ത സൈഡിൽ നിങ്ങൾ കാണുന്നത് ഒരുപാട് വിലപിടിപ്പുള്ള രത്നങ്ങളും അങ്ങനെ സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് പ്രത്യേകതയുള്ള സാധനങ്ങൾ കാണാൻ അതായത് VIP കളൊക്കെ കാണാൻ വേണ്ടി വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് 3000 4000 റിയാലൊക്കെ വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാതും അല്ല, അത്രയും വിലതിനും മേലെ വിലയുള്ളതുകൊണ്ട് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അത് വിസിറ്റേഴ്സിന് വ്യൂ ചെയ്യാനും ഗാലറി പോലെ ആർട്ട് ഫീന എന്നാണ് പറയുക, അതാണ് അവിടെ ഉള്ളത്. പിന്നെ അത് ഇടത്തോട്ട് കണ്ട വഴി എന്ന് പറയുന്നത് അങ്ങോട്ടൊരു ബാത്റൂമും പിന്നെ അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ തുറയിലേക്ക് പോവാം. ഇത് റൈറ്റ് സൈഡ് മെയിൻ എൻട്രൻസ് വഴി നമ്മൾ ഇതിൽ കൂടെ ഈ ഡോറാണ് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ബുജേരിയായി. നമ്മൾ നേരത്തെ നടന്നു വന്ന വഴിയാണിത്. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഹോട്ടൽ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് വശമാണ് ഇത്. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ കാണുന്ന മെയിൻ എൻട്രൻസ് ഇതിലെ വഴി നമ്മൾ കടന്നു കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നടന്നു വന്ന വഴി ഇടത്തോട്ട് തിരിഞ്ഞാൽ തുറയിപ്പിക്കുള്ള വഴി. ഇത് ഞാൻ മുകളിൽ നിന്ന് നിങ്ങൾക്കൊരു വ്യൂ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടെന്ന് മാത്രം. നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ആ സല്ലാല്, അതുപോലെ തന്നെ അപ്പുറ സൈഡിൽ നിങ്ങൾക്ക് തുറൈഫ് കാണാം. അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ഇതുണ്ട്, രാജാവിൻ്റെ ഒരു പാലസ് ഉണ്ട് അവിടെ. എല്ലാതും ഈ മുകളിൽ നിന്നുള്ള ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ അതേ നമ്മൾ നേരത്തെ നടന്ന വഴികളാണ് ഈ കാണിക്കുന്നത്. ഫ്ലെമിംഗോ റൂം നമ്മൾ നേരത്തെ കണ്ട ഭാഗങ്ങളാണ്. ഈ റൈറ്റ് സൈഡിൽ കവർ ചെയ്തിരിക്കുന്നത് ലേഡീസിന് മാത്രമായിട്ട് മോസ്ക് പണിയുന്നുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 മാസം പിടിക്കത് കഴിയാനായിട്ട്. പിന്നെ ഇതേ നമ്മൾ നടന്നു വന്ന സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഞാനിത് ആദ്യം കാണിച്ചിട്ടില്ല. ഞാൻ ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകൾ കാണിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. ഞാനത് അടുത്ത ഒരു 5 മിനിറ്റിനുള്ളിൽ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. താഴെ പോയിട്ട് അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം വെള്ളിയാഴ്ചകളിൽ അവിടെ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ഉള്ളതാണത്. ഞാൻ മ്യൂസിക് ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കില്ല. വളരെ സൗണ്ടോടെയാണ് വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ബുജൈരിയുടെ എൻട്രൻസ് വരെ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ നേരത്തെ നടന്നു വരുമ്പോൾ കണ്ട റെസ്റ്റോറൻ്റാണ്. ഇത് അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലും ഈ കാണുന്നതൊക്കെ ആയിട്ടാണ് തുറൈഫും അതുപോലെ തന്നെ രാജാവിൻ്റെ ഒരു പാലസൊക്കെ ഉള്ളത് അവിടെയാണ്. അതായത് തുറൈഫാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് രാജാവിൻ്റെ ഒരു പാലസുണ്ട്, അതും കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഞാനൊന്നും കൂടി ഇതാണ് സ്റ്റേജ്. അവിടെ പ്രോഗ്രാമും മ്യൂസിക്കും നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകൾ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും നല്ല തിരക്കാണ്. വെള്ളി ശനി അത്യാവശ്യം തിരക്കുണ്ട്. കണ്ടോ, സ്റ്റേജിൽ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്. പാട്ട് പാടലില്ല അവർ. ഇത് വെച്ചിട്ട് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. ആരും പാട്ട് പാടുന്നുണ്ടാവില്ല. അവർ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പാട്ട് ആരും പാടുന്നില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്നും വീഡിയോ ഞാൻ ഉൾപ്പെടുത്താത്തതാണ്. അതും കൂടി എടുക്കാനാണെങ്കിൽ വളരെ ലെങ്തി ആയിപ്പോവും. ഇത് ചെറിയ കിണർ പോലെ, ഇത് ചെറിയൊരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ്, ഇത് മറ്റേ സ്മെല്ലിൻ്റെ, അങ്ങനെ കൊച്ചു കൊച്ചു ഇത് രത്നങ്ങളുടേതാണ്. അങ്ങനെ കൊച്ചു കൊച്ചു ഇതുകൾ. അപ്പോൾ എല്ലാവരും ഒഴിവ് സമയങ്ങളിൽ വരിക. ഒക്ടോബർ 1 വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്